ടിബറ്റിന്റെ സമാധാനപരമായ വിമോചനത്തിനായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും ടിബറ്റിലെ പ്രാദേശിക സർക്കാരും തമ്മിലുള്ള സുപ്രധാന 17 പോയിന്റ് കരാറിൽ ഒപ്പുവെച്ചതിന്റെ 73-ാം വാർഷികമാണ് ഈ വരുന്ന മെയ് 23. 1951 മെയ് 23-ന് ചൈന അന്നത്തെ ടിബറ്റൻ സർക്കാരിനെ നിർബന്ധിച്ച് 17 പോയിന്റ് കരാറിൽ ഒപ്പുവെക്കുകയും ഈ സംഭവം നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ കറുത്ത ദിനമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ടിബറ്റിന്റെ മതം, സംസ്കാരം, ഐഡന്റിറ്റി എന്നിവ ആചരിക്കുന്നതിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ആപേക്ഷിക സ്വയംഭരണാവകാശം ടിബറ്റിന് നിലനിൽക്കുമെന്ന് ഈ കരാർ കണക്കാക്കുന്നു. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ടിബറ്റിനെ പിടിച്ചടക്കിയത് മുതൽ ടിബറ്റിലെ ചൈനീസ് നയങ്ങൾക്ക് ടിബറ്റിന്റെ സ്വയംഭരണാധികാരത്തെ പരിഗണിക്കാതെയും ബഹുമാനിക്കാതെയും ഭൂമിയെയും അവിടുത്തെ ജനങ്ങളെയും മുഖ്യധാരാ ചൈനയിലേക്ക് സ്വാംശീകരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ സ്വയം സേവിക്കുന്ന ഒരു അജണ്ടയുണ്ട്. ചരിത്രപരമായി ടിബറ്റ് ഒരു പരമാധികാര രാഷ്ട്രമാണ്. അതേസമയം ബ്രിട്ടീഷ്, മംഗോളിയൻ, നേപ്പാളി, ചൈനീസ് എന്നിവർ വിവിധ കാലഘട്ടങ്ങളിൽ ടിബറ്റിന് മേൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ പ്രയോഗിച്ചിരുന്നു. ടിബറ്റ് എല്ലായ്പ്പോഴും ചൈനയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് 1951 ഒരു കരാറിൽ ഏർപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ടിബറ്റിന്റെ ഭാഗമായ 3 പരമ്പരാഗത പ്രവിശ്യകൾ, അതായത് സെൻട്രൽ ടിബറ്റ്, തെക്കൻ മേഖലയിലെ ഖാം, അതിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തായുള്ള ആംഡോ എന്നിവയെ ടിബറ്റിനെ ചൈനയോട് കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായി പീപ്പിൾസ് ലിബറേഷൻ ആർമി ആക്രമിച്ചു. എന്നിരുന്നാലും ടിബറ്റൻ ചെറുത്തുനിൽപ്പ് ഒരു സംഘർഷമായി പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭയന്ന് ചൈന തന്ത്രപൂർവ്വം അന്നത്തെ ടിബറ്റൻ ഗവർണർ ജനറലും PLA തടവുകാരനുമായ എൻഗാബോ നഗാവാങ് ജിൻമയെ തങ്ങൾ തയ്യാറാക്കിയ 1951 17 പോയിന്റ് കരാറിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. 17 പോയിന്റ് കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാജ്യം 2 സംവിധാനങ്ങൾ എന്ന ഒരു നയം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ കരാറിലെ 1-ാമത്തെ പോയിന്റ് അനുസരിച്ച് ടിബറ്റിനെ ചൈനയുടെ ഭാഗമായി പ്രഖ്യാപിക്കുകയും പോയിന്റ് 14 അനുസരിച്ച് ടിബറ്റിന്റെ വിദേശകാര്യങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആദ്യം ഈ 17 പോയിന്റ് കരാർ എന്താണെന്നൊന്ന് വിശദമായി നോക്കാം. 1. ടിബറ്റിന് മേലുള്ള ചൈനയുടെ പരമാധികാരത്തെ കരാർ അംഗീകരിക്കുന്നു. 2. ടിബറ്റിലെ ഭരണം ഏകീകരിക്കുന്നതിന് ചൈനയുമായി സഹകരിക്കാൻ ടിബറ്റൻ സർക്കാർ സമ്മതിച്ചു. 3. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെയും ദലൈലാമയുടെയും ടിബറ്റൻ സർക്കാരിന്റെയും അധികാരത്തെയും മാനിക്കുമെന്ന് ചൈന പ്രതിജ്ഞയെടുത്തു. 4. ടിബറ്റൻ ജനതയുടെ സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടി സാമൂഹികവും മതപരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് കരാർ വ്യക്തമാക്കുന്നു. 5. ടിബറ്റൻ ജനതയുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ശീലങ്ങളും സംരക്ഷിക്കാൻ ചൈന സമ്മതിച്ചു. 6. മുൻ ടിബറ്റൻ ഗവൺമെന്റിനെ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും നിർത്തലാക്കുന്നതിനെ കരാർ സ്ഥിരീകരിച്ചു. 7. ആശ്രമങ്ങൾ സംരക്ഷിക്കാനും ടിബറ്റിലെ മതസ്ഥാപനങ്ങളെ ബഹുമാനിക്കാനും ചൈന സമ്മതിച്ചു. 8. ടിബറ്റൻ ഉദ്യോഗസ്ഥരെ PRCയുടെ പ്രാദേശിക സർക്കാരിൽ സ്ഥാനങ്ങൾ വഹിക്കാൻ അനുവദിക്കുമെന്ന് ചൈന പ്രതിജ്ഞയെടുത്തു. 9. പ്രാദേശിക സ്വയംഭരണത്തിനുള്ള ടിബറ്റൻ ജനതയുടെ അവകാശത്തെ കരാർ അംഗീകരിച്ചു. 10. ടിബറ്റിന്റെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുമെന്ന് ചൈന വാഗ്ദാനം ചെയ്തു. 11. കരാർ ടിബറ്റിൽ സൈനിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു സൈനിക ആസ്ഥാനം സ്ഥാപിച്ചു. 12. പ്രാദേശിക ഭരണകൂടവും ടിബറ്റൻ ജനതയും ആവശ്യപ്പെട്ടാൽ ടിബറ്റിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ചൈന സമ്മതിച്ചു. 13. ചൈനയുടെ ദേശീയ സുരക്ഷയെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ടിബറ്റൻ ജനത ഏർപ്പെടില്ലെന്ന് കരാർ വ്യക്തമാക്കുന്നു. 14. ടിബറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന ഇടപെടില്ല. 15. പ്രത്യേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സംയുക്ത പ്രവർത്തക സമിതികൾ രൂപീകരിക്കാൻ കരാർ അനുവദിച്ചു. 16. ടിബറ്റൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി ഫണ്ടുകളും സപ്ലൈകളും നൽകാൻ ചൈന സമ്മതിച്ചു. 17. ചൈനയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഈ ഫണ്ടുകൾ നടപ്പാക്കുമെന്ന് കരാർ വ്യക്തമാക്കുന്നു. ലോകത്തെ വിഡ്ഢികളാക്കുകയും ടിബറ്റിന്റെ സമ്മതപ്രകാരമുള്ള അധിനിവേശം എന്ന മട്ടിൽ നടിക്കുകയും ചെയ്യുന്നതിനായുള്ള ചൈനയുടെ ഒരു തന്ത്രമായിരുന്നു ഈ കരാർ. കരാർ ഒപ്പിട്ടത് നിർബന്ധിതമായതിനാൽ ചൈനയുടെ ആവശ്യം അംഗീകരിക്കാൻ ടിബറ്റൻ സർക്കാരും ദലൈലാമയും പരമാവധി ശ്രമിച്ചു പോന്നു. താമസിക്കാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിൽ ടിബറ്റിനെ പൂർണ്ണമായും കീഴടക്കിയ ശേഷം ചൈന കരാർ പൂർണ്ണമായും ലംഘിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം മുതൽ ഈ കരാറിലെ വാക്കുകൾ മാനിക്കാൻ ചൈന ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചൈനയുടെ ഈ നീക്കങ്ങൾ എടുത്തു കാണിക്കുന്നു. ചൈനയുടെ പ്രധാന കരാർ ലംഘനങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. 1. രാഷ്ട്രീയ നിയന്ത്രണം. കരാറിലെ 3-ാമത്തെ പോയിന്റ് പ്രകാരം നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകീകൃത നേതൃത്വത്തിന് കീഴിൽ ദേശീയ പ്രാദേശിക സ്വയംഭരണാധികാരം നടത്താൻ ടിബറ്റൻ ജനതയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ ഈ നിബന്ധന ലംഘിച്ചുകൊണ്ട് ചൈന ടിബറ്റിന് മേൽ കർശനമായ രാഷ്ട്രീയ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത് ടിബറ്റൻ സർക്കാരിന്റെ സ്വയംഭരണാധികാരം പരിമിതപ്പെടുത്തുകയും ടിബറ്റിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു.
രണ്ടാമതായി ടിബറ്റൻ സംസ്കാരത്തോടും മതത്തോടുമുള്ള അടിച്ചമർത്തൽ. ഉടമ്പടിയുടെ 7-ാം പോയിന്റ് അനുസരിച്ച് ടിബറ്റൻ ജനതയുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ശീലങ്ങളും ബഹുമാനിക്കപ്പെടുകയും ലാമ ആശ്രമങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കണം. എന്നാൽ ഇത് പാലിക്കുന്നതിന് പകരം ചൈന ടിബറ്റൻ ബുദ്ധമതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. സാംസ്കാരിക വിപ്ലവകാലത്ത് ടിബറ്റൻ ബുദ്ധമത നേതാക്കളുടെ മേലുണ്ടായ നിയന്ത്രണവും ആശ്രമങ്ങളുടെ നാശവും ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമതായി ജനസംഖ്യാ കൈമാറ്റം. ടിബറ്റിന് മേൽ പൂർണ്ണ നിയന്ത്രണം നേടിയ ഉടൻ തന്നെ ചൈന അതിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങി. ടിബറ്റൻ പ്രദേശങ്ങളിലേക്ക് ഹാൻ ചൈനക്കാരുടെ കുടിയേറ്റത്തെ ചൈന പ്രോത്സാഹിപ്പിക്കുകയും ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ടിബറ്റിൽ സ്ഥിരതാമസമാക്കാൻ ഹാൻ ചൈനക്കാർക്ക് ആനുകൂല്യം നൽകുന്നതുൾപ്പെടെയുള്ളത് ഈ നീക്കങ്ങളിൽ ഉൾപ്പെടുന്നു. ടിബറ്റൻ സംസ്കാരത്തെ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റ് വിഷം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. തങ്ങളുടെ നാടും സംസ്കാരവും സംരക്ഷിക്കാൻ ടിബറ്റുകാർ ചൈനയ്ക്കെതിരെ സായുധ പോരാട്ടം നടത്തി തിരിച്ചടിച്ചു തുടങ്ങി. ഏറ്റുമുട്ടലിൽ ആയിരക്കണക്കിന് ടിബറ്റുകാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കൂടുതൽ പേർ തടവിലാക്കപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ ചെറുത്തുനിൽപ്പ് ക്രമേണ മധ്യ ടിബറ്റിലേക്ക് വ്യാപിക്കുകയും 1959 മാർച്ച് 10 ലാസയിലെ ദേശീയ പ്രക്ഷോഭത്തിൽ കലാശിക്കുകയും ചെയ്തു. ചൈനീസ് അധിനിവേശ സേനയ്ക്കെതിരായ ടിബറ്റിന്റെ ദേശീയ പോരാട്ടമായി ഇത് കണക്കാക്കപ്പെട്ടു. ചൈനയെ കലാപത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഫലമായി ദലൈലാമ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. 1959 ഏപ്രിൽ 29 ദലൈലാമ വടക്കേ ഇന്ത്യൻ ഹിൽ സ്റ്റേഷനായ മുസൂറിയിൽ പ്രവാസത്തിൽ സ്വതന്ത്ര ടിബറ്റൻ സർക്കാർ സ്ഥാപിച്ചു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയം പാഞ്ചൻ ലാമയെ പറ്റിയാണ്. പാഞ്ചൻ ലാമ എന്ന തലക്കെട്ട് മഹാപണ്ഡിതനല്ലെങ്കിൽ മഹാനായ അധ്യാപകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പാഞ്ചൻ ലാമ എന്നത് ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ്. അതായത് ആത്മീയാധികാരത്തിന്റെ കാര്യത്തിൽ ദലൈലാമയ്ക്ക് പിന്നിൽ രണ്ടാമതായി വരും പാഞ്ചൻ ലാമ. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പ്രധാന ശാഖകളിലൊന്നായ ഗെലൂഗ് സ്കൂളിൽ പാഞ്ചൻ ലാമയ്ക്ക് ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. അനന്തമായ പ്രകാശത്തിന്റെ ബുദ്ധനായ അമിത്ബയുടെ അവതാരമായാണ് പാഞ്ചൻ ലാമ കണക്കാക്കപ്പെടുന്നത്. ദലൈലാമയുടെ പുനർജന്മം തിരിച്ചറിയുന്നതിനും പാഞ്ചൻ ലാമ ഉത്തരവാദിയാണ് എന്നതും പാഞ്ചൻ ലാമയെ പ്രസിദ്ധമാക്കുന്നു. ടിബറ്റിലെ പ്രധാന സന്യാസ സ്ഥാപനങ്ങളിലൊന്നായ താഷി ലുൻബോ മൊണസ്ട്രിയുടെ ആത്മീയവും ഭരണപരവുമായ കാര്യങ്ങൾക്കും പാഞ്ചൻ ലാമ ഉത്തരവാദിയാണ്. പാഞ്ചൻ ലാമയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരമ്പരാഗത രീതി മരണപ്പെട്ട പാഞ്ചൻ ലാമയുടെ പുനർജന്മത്തെ അന്വേഷിക്കുന്നതാണ്. നിരവധി പ്രവചനങ്ങൾ, പരിശോധനകൾ, സൂചകങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുനർജന്മമായി കരുതപ്പെടുന്ന ഒരു ചെറിയ കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഇതിന്റെ നടപടിക്രമം. ദലൈലാമ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഉന്നത ടിബറ്റൻ ലാമകളാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ചൈനീസ് അധികാരികളും ടിബറ്റൻ ബുദ്ധമതക്കാരും തമ്മിൽ പാഞ്ചൻ ലാമ വിഷയത്തിൽ സംഘർഷവും ശത്രുതയും നിലനിന്നിരുന്നു. 1995 ഗെദുൻ ചോക്കി നൈമയെ 11ാമത്തെ പാഞ്ചൻ ലാമയായി ദലൈലാമ അംഗീകരിച്ചു. എന്നിരുന്നാലും ചൈനീസ് അധികാരികൾ ഈ തെരഞ്ഞെടുപ്പിനെ നിരാകരിക്കുകയും അവരുടെ സ്വന്തം പാഞ്ചൻ ലാമയായി സേവിക്കാൻ മറ്റൊരു ചെറുപ്പക്കാരനായ ഗഗൻ കെയ് നോർബുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അംഗീകാരത്തിന് തൊട്ടു പിന്നാലെ ചൈനീസ് സർക്കാർ ഗെദുൻ ചോക്കി നൈമയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോയി. അന്നു മുതൽ അവർ എവിടെയാണെന്നത് ഇന്നും ദുരൂഹമായി തുടരുന്നു. ടിബറ്റന്മാരും മനുഷ്യാവകാശ സംഘടനകളും ഗെദുൻ ചോക്കി നൈമയെ യഥാർത്ഥ പാഞ്ചൻ ലാമയായി കണക്കാക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ചൈനീസ് ഗവൺമെന്റിന്റെ ഇടപെടൽ മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. 17 പോയിന്റ് ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പുറമെ ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ക്രൂരത വരെ ചൈന ടിബറ്റിനോട് ചെയ്തിരുന്നു. ടിബറ്റൻ സംസ്കാരത്തിൽ പാഞ്ചൻ ലാമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നതിലെ പങ്കിനെക്കുറിച്ചും ചൈനയ്ക്ക് നന്നായി അറിയാം. ടിബറ്റിന്റെ സാമൂഹികവും മതപരവുമായ ഘടനകളിൽ സമ്പൂർണ്ണാധിപത്യം ചെലുത്താൻ ചൈനയെ അനുകൂലിക്കുന്ന ദലൈലാമ പിന്നീട് ചൈനയെ പ്രാപ്തനാക്കുമെന്ന തിരിച്ചറിവാണ് ചൈനയെ ക്രൂരതയെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ടിബറ്റിന്റെ അധിനിവേശം ചൈനയുടെ സാമ്രാജ്യത്വ വിപുലീകരണ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുന്നതിനുള്ള ഒരു കേസ് സ്റ്റഡിയായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്നും ഓർമ്മിക്കേണ്ട പ്രധാന ആശയം എന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയെ വിശ്വസിക്കരുതേ എന്നതാണ്. ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കാത്ത കരാറുകൾ മുന്നോട്ട് വെച്ചതിന് ചൈനയ്ക്കൊരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ആദ്യം കരാറുകൾ നിർദ്ദേശിക്കുകയും പിന്നീട് തങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നത് ചൈനയുടെ ഒരു രീതി തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഈ മോഹന നുണകളെ ലോകം തിരിച്ചറിയണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ക്വാഡ് എന്ന സഖ്യം ആരംഭിച്ചത്. എന്നെങ്കിലും ടിബറ്റിന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ അത് ക്വാഡ് വഴി മാത്രമേ സാധ്യമാകൂ എന്ന് നിലവിൽ ലോകം വിശ്വസിക്കുന്നു. ആ ഭയമാണ് ചൈനയെ ക്വാഡിനെതിരെ തിരിയാനുള്ള ഒരു കാരണമായി ഉയർത്തിക്കാട്ടുന്നത്.